ഒരു മനുഷ്യനെ 15 വർഷം കാരണം പോലും പറയാതെ ഒരു റൂമിൽ പൂട്ടിയിട്ടാൽ പുറത്തു വരുമ്പോൾ അയാൾ ഒരു മനുഷ്യനായിരിക്കുമോ, അതോ പ്രതികാരം മാത്രം ചിന്തിക്കുന്ന ഒരു മോൺസ്റ്ററോ? ഡോസു എന്നൊരു സാധാരണ മനുഷ്യൻ രാത്രി മദ്യപിച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ പെട്ടെന്ന് അപ്രത്യക്ഷനാകുന്നു. കണ്ണു തുറക്കുമ്പോൾ അവൻ ചെറിയൊരു മുറിക്കുള്ളിലായിരുന്നു. ജനാലയില്ല, പുറത്തേക്ക് പോകാൻ വഴിയില്ല, TV മാത്രം. ആദ്യം അവൻ നിലവിളിക്കുന്നു, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ ആരും വരുന്നില്ല. ദിവസങ്ങൾ മാസങ്ങളാവുന്നു, മാസങ്ങൾ വർഷങ്ങളാകുന്നു. അവിടെ കിടന്നുകൊണ്ടാണ് ടിവിയിലൂടെ സ്വന്തം ഭാര്യ കൊല്ലപ്പെടുന്നതും അതിന്റെ കുറ്റം തന്റെ മേലാണെന്നും അവൻ അറിയുന്നത്. പുറത്തുള്ള ലോകത്തിന് മുന്നിൽ അവൻ ഒരു കൊലയാളിയായിരുന്നു. 15 വർഷം ആ മുറിക്കുള്ളിൽ കഴിയുമ്പോൾ പ്രതികാരം മാത്രം ചിന്തിച്ചാണ് അവൻ ജീവിക്കുന്നത്. ഭിത്തിയിൽ അടിച്ച് പരിശീലിക്കുന്നു. പുറത്തു പോയാൽ തന്നെ പൂട്ടിയിട്ട ആളെ കണ്ടെത്തണമെന്ന് മാത്രമായിരുന്നു ചിന്ത. പക്ഷെ പെട്ടെന്നൊരു ദിവസം അവനെ പുറത്തു വിടുന്നു. പുറത്തിറങ്ങിയ ശേഷം ഡോസു തന്നെ നശിപ്പിച്ച ആളെ തേടി തുടങ്ങുന്നു. അതിനിടെ ഒരു യുവതിയെ പരിചയപ്പെടുന്നു. ജീവിതത്തിൽ ആദ്യമായി വീണ്ടും സന്തോഷം കിട്ടിയതുപോലെ അവന് തോന്നുന്നു. അവൾ അവനെ സഹായിക്കുന്നു. അവർ തമ്മിൽ പ്രണയത്തിലാകുന്നു. പക്ഷെ ഡോസുവിന് അറിയില്ലായിരുന്നു ഇതെല്ലാം വർഷങ്ങളായി പ്ലാൻ ചെയ്തിരുന്ന ഒരു ഗെയിമാണെന്ന്. അവനെ പൂട്ടിയ ആൾക്കൊരു സ്കൂൾ കാലത്തൊരു സഹോദരി ഉണ്ടായിരുന്നു. അവർ തമ്മിൽ തെറ്റായ ബന്ധത്തിലായിരുന്നു. ഒരു ദിവസം അത് അബദ്ധത്തിൽ ഡോസു കാണുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്തു. ആ വാർത്ത സ്കൂൾ മുഴുവൻ അറിഞ്ഞു. അപമാനം സഹിക്കാനാവാതെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അന്നു മുതൽ പ്രതികാരം ചെയ്യാനായിരുന്നു ആ മനുഷ്യന്റെ ജീവിതം മുഴുവൻ. വർഷങ്ങളോളം കാത്തിരുന്നു. ഡോസുവിനെ പൂട്ടി അവന്റെ മനസ്സ് തകർത്തു. പിന്നെ ഹിപ്നോട്ടിസവും മാനസികമായ ഓരോ കാര്യങ്ങളും ഉപയോഗിച്ച് അവനെ സ്വന്തം മകളുമായി തന്നെ പ്രണയിപ്പിച്ചു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. ഡോസു പ്രണയിച്ചത് സ്വന്തം മകളെ തന്നെയായിരുന്നു. അവസാനം ആ സത്യം മനസ്സിലാക്കുന്ന സീൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ഡിസ്റ്റർബിംഗ് ക്ലൈമാക്സുകളിൽ ഒന്നാണ്. ഡോസു പൂർണ്ണമായി തകരുന്നു, കരയുന്നു, യാചിക്കുന്നു. പക്ഷെ എല്ലാം വൈകിയിരുന്നു. അവസാനം ആ ഭീകര സത്യം മറക്കാൻ, സ്വന്തം ഓർമ്മ തന്നെ മായ്ച്ചു കളയാൻ വീണ്ടും ഹിപ്നോട്ടൈസ് ചെയ്യപ്പെടുന്നു. സിനിമ അവസാനിക്കുമ്പോഴും അയാൾക്ക് ശരിക്കും ആ സത്യം മറന്നോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഈ സിനിമയെ ആളുകൾ ഒരു റിവെഞ്ച് സ്റ്റോറിയായല്ല, ഒരു സൈക്കോളജിക്കൽ നൈറ്റ്മെയറായി ഓർക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.